സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. ഹേമചന്ദ്രൻ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തുവെങ്കിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സ്റ്റേഷനിലില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. എൽദോസിൻ്റെ മൊബൈൽ നമ്പർ വാങ്ങി വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് മറുപടി വന്നു. എൽദോസ് സ്റ്റേഷനിൽ വന്നാലുടൻ തിരിച്ചു വിളിക്കാൻ കൽപ്പിച്ചിട്ട് പുതിയ നിർമ്മിതിയെയും പഴയ തറവാടിനെയും ബന്ധിപ്പിക്കുന്ന നീളൻ തിണ്ണയിലൂടെ നടക്കുകയായിരുന്നു ഹേമചന്ദ്രൻ. കുറേ കഴിഞ്ഞപ്പോൾ എൽദോസിൻ്റെ കോൾ വന്നു. ഫോൺ എടുത്തിട്ട് ഹേമചന്ദ്രൻ ചീറി. താനിതെവിടെ പോയി കിടക്കുമായിരുന്നടോ? സ്റ്റേഷൻ ഫോണിലുമില്ല, മൊബൈലിലുമില്ല. മൊബൈലിന് റേഞ്ചില്ലാത്തടത്തായിരുന്നു സർ. ഒരത്യാവശ്യത്തിന് വിളിക്കുമ്പോഴാണോ റേഞ്ചില്ലാത്തടത്ത് പോയി നിൽക്കുന്നേ? എന്താ സർ? സാർ എന്തിനാ വിളിച്ചത്? എൻ്റെ കാറിൽ അവിടെ വന്നവർ തിരിച്ചു പോയോ, അതോ ആ പരിസരത്ത് കറങ്ങുന്നുണ്ടോ? അവർ പോയിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞു സർ. അത് മനസ്സിലായി. അവർ മുരിക്കാശ്ശേരിയിൽ നിന്ന് തിരിച്ചു പോയോ എന്നാണ് അറിയേണ്ടത്. അതറിയില്ല സർ, ഞങ്ങൾ അവരെ ഫോളോ ചെയ്തില്ല. അതൊക്കെ നോക്കി വെക്കണ്ടേ? താനൊരു കാര്യം ചെയ്യ്. പെരിയാർ വാലയ്ക്ക് പോയി ശേഖരൻകുട്ടി എന്ന ആളെയും അയാളുടെ വീട്ടിലുള്ളവരെയും കസ്റ്റഡിയിലെടുക്ക്. അതെന്തിനാണ് സർ? എറണാകുളത്ത് നിന്ന് വന്നവർ എന്തിനാണ് അവരെ മീറ്റ് ചെയ്യാൻ പോയതെന്ന് അറിയണ്ടേ? അതിലെന്തോ ഗൂഢാലോചനയുണ്ട്. താൻ ശേഖരൻകുട്ടിയെയും ഫാമിലിയെയും ചോദ്യം ചെയ്യണം. എറണാകുളംകാർ എന്തിനു വന്നെന്ന് അറിയണം. ശേഖരൻകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് അറിയണം. സർ, അവരുടെ പേരിൽ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം. എടോ, എന്തെങ്കിലും കാരണം പറഞ്ഞ് കസ്റ്റഡിയിലെടുക്ക്. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ വിട്ടേക്ക്. അത് പറ്റില്ല സാറേ. സാറ് പറഞ്ഞിട്ടാണ് ആ പത്രക്കാരനെയും കൂടെ വന്നവരെയും കസ്റ്റഡിയിലെടുത്തത്. സാറിൻ്റെ കാർ അവർ മോഷ്ടിച്ചതാണെന്നാണ് സാർ പറഞ്ഞത്. എന്നാൽ അതല്ലല്ലോ സത്യം. സാറ് പറഞ്ഞ പോലെ ചെയ്തിട്ട് SP ഓഫീസിൽ നിന്നുള്ള ചീത്തവിളി മുഴുവൻ കേട്ടത് ഞാൻ. ഒടുക്കം കാറും വിട്ടുകൊടുത്തു സോറിയും പറയേണ്ടി വന്നു. താൻ സോറി പറഞ്ഞോ? താനൊക്കെ എന്തിനാടോ കാക്കിയിട്ടുണ്ട് SI ആണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നേ? സോറിയല്ല, അടി കൊടുത്തു വിടണമായിരുന്നു. അത് പോട്ടെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ തനിക്ക് പറ്റുമോ? പറ്റില്ല സർ. നാളെ തൻ്റെ തലയ്ക്ക് മീതെ വരേണ്ടവരാ ഞാൻ. SP ആകാനുള്ള പ്രൊമോഷൻ ലിസ്റ്റിൽ എൻ്റെ പേരും ഉണ്ടെന്നുള്ളത് താൻ മറക്കണ്ട. സാർ, ഞാൻ അന്ന് അനുസരിച്ചാൽ മതിയല്ലോ. സോറി സർ. വെച്ചോട്ടെ. കോൾ കട്ടായി. ഹേമചന്ദ്രന് വലിയ അപമാനം തോന്നി. കാക്കിയിട്ടൊരു നീർക്കോലി തൻ്റെ വാക്കുകളെ അവഗണിച്ചു പോയിരിക്കുന്നു. അവന് ഞാൻ പണി കൊടുക്കും എന്നെങ്കിലും. എൽദോസ്. ഹേമചന്ദ്രൻ ആ പേര് മനസ്സിൽ കുറിച്ചിട്ടു. റബ്ബർ തോട്ടത്തിന് നടുക്കുള്ള പാതയിലൂടെ അഞ്ജനയുടെ പോളോ കാർ വരുന്നത് കാണാമായിരുന്നു. അത് ഗേറ്റ് കടന്നു വന്ന് കാർ പോർച്ചിൽ നിന്നു. ഭാസ്കര മേനോനും തങ്കവും മധുവും കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി. കാർ വന്ന ശബ്ദം കേട്ട് ബാലകൃഷ്ണ മേനോൻ വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. ഹേമചന്ദ്രനെ നോക്കി ഭാസ്കര മേനോൻ ഒരു നിമിഷം നിന്നു. എന്തോ പറയാൻ ഭാവിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചു. തങ്കവും മധുവും നിഴൽ വീണ മുഖത്തോടെ നിന്നു. എന്തുപറ്റി? ഇതെന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത പോലെ? ആ ജയദേവന്റെ മകൻ മല്ലികയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭാസ്കര മേനോൻ പറഞ്ഞു. അവിടെ വന്നെന്നോ? എന്തിന്? ഹേമചന്ദ്രൻ മുന്നോട്ട് വന്നു. ഹേമചന്ദ്ര, നീ ഉദ്ദേശിക്കുന്ന പോലെ ഇത് നിസ്സാര കാര്യമല്ല. അടയ്ക്കയൊക്കെ വളർന്നു മരമായി. വെള്ളിച്ചന് എന്നെ ഒന്ന് വിളിച്ച് പറയാൻ വയ്യായിരുന്നോ? പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു കേസുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് പിടിച്ചകത്തിടാമായിരുന്നു. വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നോ, കയ്യേറ്റം ചെയ്തെന്നോ, മോഷണ ശ്രമം നടത്തിയെന്നോ എന്നൊക്കെ ആരോപിച്ച് എന്തെല്ലാം മാർഗമുണ്ടായിരുന്നു. മണിമല പോലീസ് എൻ്റെ പോക്കറ്റില. ഒരൊറ്റ കോൾ മതി. മണിമല പോലീസും വന്നിട്ടുണ്ടായിരുന്നു. അഞ്ജന സിറ്റൗട്ടിലേക്കുള്ള പടിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അവരെ പിടിച്ചകത്തിടാനല്ല, അവർക്ക് എസ്കോർട്ട് വന്നതാ. SP ഓഫീസിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ട്. ഹേമചന്ദ്രൻ അന്തം വിട്ട് ഭാര്യയെ നോക്കി. സന്ദീപ് തനിച്ചല്ല വന്നത്. മാളുവിൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റയ്ക്ക് പരിചയപ്പെടുത്തി. മാളുവിൻ്റെ മകളാണെന്ന് തന്നെ പറഞ്ഞു. 22 കൊല്ലം മുമ്പ് ചന്ദ്രബാബുവിനെ കാണാതായതും 6 മാസത്തിനകത്ത് നിങ്ങളൊക്കെ കൂടി പെരിയാർ വാലിയിൽ ചെന്ന് മാളുവിനെ കൂട്ടിക്കൊണ്ടുപോയെന്നും പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കളഞ്ഞെന്നും അതിനുശേഷം മാളുവിനെ ആരും കണ്ടിട്ടില്ലെന്നും പറഞ്ഞു. അഞ്ജനയുടെ സ്വരത്തിന് മൂർച്ച കൂടി വന്നു. അവൾ സിറ്റൗട്ടിലേക്ക് കയറി നിന്നു. ഹേമചന്ദ്രൻ ഭാര്യയുടെ നേർക്ക് തറപ്പിച്ചു നോക്കി. പറഞ്ഞതെല്ലാം മല്ലികയ്ക്ക് മനസ്സിലായി. ചന്ദ്രബാബുവിനും മാളുവിനും എന്ത് സംഭവിച്ചെന്നും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇനി 3 കാര്യങ്ങളെ അവൻ വന്ന് പറയാൻ ബാക്കിയുള്ളൂ. എങ്ങനെ കൊന്നു, ആര് കൊന്നു, എവിടെ മറവ് ചെയ്തു. ബാലകൃഷ്ണ മേനോൻ നടുങ്ങിപ്പോയി.
ആര് കൊന്നടി? ഹേമചന്ദ്രൻ ആക്രോശിച്ചു. അവൻ തന്നെ പറയും സന്ദീപ്. എന്താ സംശയം? മിണ്ടരുത്. നിന്നോടാരും ഇവിടെ ഒന്നും ചോദിച്ചില്ല. ഹേമചന്ദ്രൻ ചീറിക്കൊണ്ട് കൈവിരൽ ചൂണ്ടി. നിങ്ങൾക്ക് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ ചുകിട്ടത്ത്? തല്ല്. ഞാൻ വാ തുറക്കാതിരിക്കാൻ അതാണല്ലോ ചെയ്യാറ്. അഞ്ജന വീറോടെ പറഞ്ഞിട്ട് ഹേമചന്ദ്രനെ തല്ലാൻ പാകത്തിൽ നിന്നു. ഹേമചന്ദ്രൻ പതറി. അസുഖകരമായ ആ രംഗം നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ബാലകൃഷ്ണ മേനോൻ മകളോട് പറഞ്ഞു. മോളെ, നീ അകത്തോട്ട് ചെല്ല്. അഞ്ജന പിന്നെ ഒരക്ഷരം മിണ്ടാതെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അഞ്ജന പറഞ്ഞതെല്ലാം ശരിയാ. ഭാസ്കര മേനോൻ അനുജനോട് പറഞ്ഞു. മല്ലിക, ഇനി നമ്മളാരും പറയുന്നത് വിശ്വസിക്കില്ല. എവിടെങ്കിലും ഇതൊന്ന് പിടിച്ചു നിർത്തിയേ പറ്റൂ. എന്നെക്കൊണ്ട് വയ്യ ഈ പ്രായത്തിൽ കോടതി കയറാൻ. വല്യച്ഛൻ എന്താ ഇത്ര പേടി? ഞാനില്ലേ നിങ്ങളുടെ കൂടെ? ഹേമചന്ദ്രൻ ചോദിച്ചു. നിന്റെ മൂക്കിൻ്റെ കീഴെയല്ലേ എല്ലാം നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഫിഡൻസ് നല്ലതാ, പക്ഷേ അരഗൻസ് അതിന് പകരമാവില്ല ഒരിക്കലും. ഭാസ്കര മേനോൻ മുഷിച്ചിലോടെ പറഞ്ഞു. ഇത് കൈകാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും, അതുകൊണ്ടാ പറയുന്നേ. ഹേമചന്ദ്രൻ നീരസം കൊണ്ടു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിപ്പോൾ പോണ്ടിന്ന് ഇവിടം വരെ യാത്ര ചെയ്യേണ്ടി വന്നത്. ഇതൊരു തറവാട് വിസിറ്റായിട്ട് കണക്കാക്കിയാൽ മതി. ഞങ്ങളുടേത് അങ്ങനെ കണക്കാക്കാം. ജയദേവന്റെ മകൻ മാളുവിൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കൊണ്ടുവന്നല്ലോ. അത് എങ്ങനെയുള്ള വിസിറ്റായിട്ട് കാണണം? അതെല്ലാം വല്യച്ഛൻ്റെ ഫോൾട്ടാണ്. ഈ കേസിൽ നിങ്ങളാരും എൻ്റെ നേർക്ക് കൈ ചൂണ്ടണ്ട. ഇതെല്ലാം വല്യച്ഛനും മധുവേട്ടനും കൂടി വരുത്തി വെച്ചതാ. ഞങ്ങൾ എന്തു ചെയ്തു? ഭാസ്കര മേനോൻ ആശ്ചര്യത്തിൽ ചോദിച്ചു. ഞങ്ങളാണോ എല്ലാറ്റിനും കാരണക്കാർ? ആ കുഞ്ഞ് ജീവിച്ചിരുന്നത് വല്യച്ഛൻ്റെ ഫോൾട്ടല്ലേ, അല്ലെങ്കിൽ മധുവേട്ടൻ്റെ? അതാണല്ലോ എല്ലാത്തിനും കാരണം. അന്ന് നിങ്ങൾ വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെ പ്രശ്നം വരില്ല. നമ്മൾ എന്താ അന്ന് തീരുമാനിച്ചത്? കുഞ്ഞിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നേറ്റത് വല്യച്ഛനും മധുവേട്ടനും കൂടിയാ. അതിന് ഏറ്റവും പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നിങ്ങളത് വേണ്ട പോലെ ചെയ്തില്ല. ഹേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. എന്ത് സാഹചര്യം? അതല്ലേ എപ്പോഴും ഒരുപോലെ തന്നെ. ആ സൈക്ലോൺ, ഹെവി റെയിനിങ്ങും ഫ്ലഡും. പോണ്ടിച്ചേരി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. എന്നിട്ടും ആ കുഞ്ഞ് എങ്ങനെ ജീവിച്ചിരുന്നു? അത് ഞങ്ങൾ വിശ്വസിച്ചവൻ ചീറ്റ് ചെയ്തതാ. എനിക്കൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിൽ കളയേണ്ട ആവശ്യമില്ല. എൻ്റെ മകനുമില്ല. ഭാസ്കര മേനോൻ്റെ വാക്കുകൾ പരുഷമായി. അതവിടെ വെച്ച് പറയണമായിരുന്നു. ഞങ്ങൾ ആ ജോലി ഭംഗിയായിട്ട് തീർത്തേനെ. അപ്പോൾ മധുവേട്ടൻ എന്താ പറഞ്ഞത്? നിങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിലോ വൈറ്റ് ടൗണിൽ പോലുമോ ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കാണാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പോലീസ് അന്വേഷിക്കും. അവിടെ പോലീസ് സ്ട്രോങ് ആണ്. അവർ ഹോസ്പിറ്റലിലെല്ലാം കയറി ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളുടെ ലിസ്റ്റും അഡ്രസ്സും തപ്പിയെടുക്കും എന്നൊക്കെയല്ലേ? അതങ്ങനെ തന്നെയാണ്. അങ്ങനെ പോലീസ് അന്വേഷിച്ചാലും കാട്ടിക്കൊടുക്കാൻ തങ്കമാൻ്റിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നല്ലോ. പക്ഷേ സ്ക്രൂട്ടിനി വരുമ്പോൾ ഏജ് ഡിഫറൻസ് പോലീസിന് മനസ്സിലാകും. 2 ദിവസം പ്രായമുള്ള കുഞ്ഞും 2 മാസം പ്രായമുള്ള കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം ഏതു പൊട്ടനും തിരിച്ചറിയാൻ പറ്റും. മധുകൂടി തർക്കത്തിലേക്ക് വന്നു. മധുവേട്ടാ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. ഇങ്ങോട്ടാരും കുറ്റപ്പെടുത്താൻ വരികയും വേണ്ട. ആരുടെയോ പിഴവ് കൊണ്ട് ആ കുഞ്ഞ് ജീവിച്ചിരുന്നു. അത് വളർന്നു വലുതായപ്പോൾ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരു ചെറ്റ അതിനെ പൊക്കിയെടുത്ത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി വെല്ലുവിളിക്കുന്നു. അവനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, റാസ്കൽ. ഹേമചന്ദ്രൻ പറഞ്ഞു. ഭാസ്കര മേനോനും മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഹേമചന്ദ്രൻ പറയുന്നതും വസ്തുതയാണ്. തങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു കൈപ്പിഴയാണ് ഇന്ന് മറ്റൊരു സൈക്ലോണായി തങ്ങളുടെ തലയ്ക്ക് മീതെ വന്നു നിൽക്കുന്നത്. ആ കുഞ്ഞെന്ന് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇക്കാലത്തെന്നല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ സംഭവങ്ങളൊന്നും ഓർക്കുകയേയില്ല. ഇത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും? അതാലോചിക്കുകയേ വേണ്ടത്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. തങ്കം പറഞ്ഞു. ഹേമചന്ദ്രൻ എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും ഫോണിലേക്ക് കോൾ വന്നു. നമ്പർ നോക്കി ഡയൽ പറഞ്ഞു. ഓഫീസിൽ നിന്നാണ്. ഹലോ സർ, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഫേക്കാണോ അതോ റിയലാണോ എന്ന് തീർച്ചയില്ല. കൃഷ്ണകുമാർ പറഞ്ഞോളൂ. സാറിനൊരു സസ്പെൻഷൻ ഓർഡർ ഉണ്ടെന്ന് കേൾക്കുന്നു. സസ്പെൻഷനോ? എനിക്കോ? വാട്ട് നോൺസെൻസ്. ഹേമചന്ദ്രൻ ക്ഷുഭിതനായി. സർ, മെയിൽ ഒന്ന് ചെക്ക് ചെയ്യണം പ്ലീസ്. വെക്കട്ടെ. കോൾ മുറിഞ്ഞു. ഹേമചന്ദ്രൻ പകച്ചു നിന്നു. ബാലകൃഷ്ണ മേനോനും ഭാസ്കര മേനോനും തങ്കവും മധുവുമെല്ലാം ആശങ്കയോടെ അന്യോന്യം നോക്കി. വെറുതെ പറയുന്നതാ, ബാലകൃഷ്ണ മേനോൻ പറഞ്ഞു. നീ ഐജിയുടെ ഓഫീസിലേക്കൊന്ന് വിളിക്ക്. ഹേമചന്ദ്രൻ അത് കേട്ടില്ല. അയാൾ ഫോണിലെ ജിമെയിലിൽ കയറി സസ്പെൻഷൻ ഓർഡർ തിരഞ്ഞു തുടങ്ങിയിരുന്നു.
എറണാകുളം കാക്കനാട് പള്ളിക്കര റോഡിൽ മനയ്ക്കൽ കടവ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ കാർ കടമ്പ്രയാറിന്റെ തീരത്തുള്ള ഹരിതം ഹൗസിംഗ് കോളനിയിലേക്ക് കടന്നു. 5-ാം നമ്പർ റിംഗ് റോഡിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഗേറ്റ് കടന്ന് കാർ രാജഗോപാലിന്റെ വീട്ടുമുറ്റത്ത് നിന്നു. ഹെഡ്ലൈറ്റുകൾ അണച്ച് സ്വിച്ച് കീ തിരിച്ച് എഞ്ചിൻ നിർത്തിയിട്ട് സന്ദീപ് വാച്ചിൽ സമയം നോക്കി. 9:43. നമ്മൾ 10-ന് മുൻപെത്തി. സന്ദീപ് അഭിമാനത്തോടെ പറഞ്ഞു. ഇത്തിരി കൂടുതലാണ് സ്പീഡ്. രാജഗോപാൽ സീറ്റ് ബെൽറ്റ് അഴിച്ച് ഇറങ്ങി. മറ്റുള്ളവരും ഇറങ്ങി. ഡിക്കി തുറന്ന് കിഷോർ തൻ്റെയും സന്ദീപിൻ്റെയും ലഗേജ് എടുത്ത് തോളിലുമായി തൂക്കി. സന്ദീപ് സ്വിച്ച് കീ രാജഗോപാലിനെ ഏൽപ്പിച്ചു. രാത്രി ഇത്രയും വൈകിയില്ലേ, പോയി റെസ്റ്റ് ചെയ്യൂ, നാളെ സംസാരിക്കാം, രാജഗോപാൽ പറഞ്ഞു. സന്ദീപ് അല്ലിമയെ നോക്കി. അവൾ മെല്ലെ ശിരസനക്കി. കണ്ണിൽ എന്തൊക്കെയോ വ്യാകുലതകൾ ഉണ്ടായിരുന്നു. മണിമലയിൽ നിന്നുള്ള യാത്രക്കിടയിൽ അവൾ സീറ്റിലേക്ക് ചാരി വിൻഡോയിലേക്ക് മുഖം ചായ്ച്ച് മാറിൽ കൈകെട്ടി വിഷാദമൂകയായി ഇരിക്കുകയായിരുന്നു. ഞാൻ രാവിലെ ചിലപ്പോൾ ഹരിപ്പാട് പോയേക്കും, സന്ദീപ് പറഞ്ഞു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, രാജഗോപാൽ മുന്നറിയിപ്പ് നൽകി. ഡോർ ലോക്ക് ചെയ്യണം. പിന്നെ പെട്ടെന്നെടുക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒരായുധം കരുതുന്നത് നല്ലതാ. ഒരു ബ്ലേഡോ പേനാക്കത്തിയോ എന്തെങ്കിലും. ആരെയും ആക്രമിക്കാനല്ല, സ്വരക്ഷയ്ക്ക്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ലെങ്കിലേ. ധൈര്യവും ബുദ്ധിയും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. അല്ലി ഗുഡ് നൈറ്റ്. തുടർന്ന് കിഷോറും അവൾക്ക് നല്ല രാത്രി ആശംസിച്ചു. അവർ രണ്ടുപേരും ഗേറ്റ് കടന്ന് റോഡിലേക്ക് നടന്നുപോയി. അല്ലിമയും രാജഗോപാലും സിറ്റൗട്ടിലേക്ക് കയറി. ശ്രീലക്ഷ്മി വാതിൽ തുറന്നു പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. കുട്ടികൾ കിടന്നോ? രാജഗോപാൽ ചോദിച്ചു. TV കാണുന്നു. ഇതെന്താ ഒരു സ്യൂട്ട് കേസ്? അല്ലിമയുടെ കൈവശം ഹാൻഡ് കൂടാതെ പഴഞ്ചൻ സ്യൂട്ട് കേസ് കൂടി കണ്ട് ശ്രീലക്ഷ്മി ആശ്ചര്യപ്പെട്ടു. ഇതെവിടുന്ന് കിട്ടി? പറയാം, രാജഗോപാൽ അത്രയേ പറഞ്ഞുള്ളൂ. അകത്തേക്ക് കയറിയ ശേഷം രാജഗോപാൽ നേരെ ബെഡ്റൂമിലേക്ക് പോയി. മോളെ, നീ പോയി ഡ്രസ്സ് മാറി ഫ്രഷായിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം, അല്ലിമയോട് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി രാജഗോപാലിൻ്റെ പിന്നാലെ ചെന്നു. രാജഗോപാൽ ഷർട്ടിൻ്റെ ബട്ടൺസ് വിടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീലക്ഷ്മി കയറി ചെന്നു. എന്താ ഇത്രയും വൈകിയത്? വെളുപ്പിന് പോയതല്ലേ? ശ്രീലക്ഷ്മി പരിഭവിച്ചു. രാവിലെയാണോ പോയത്? എൻ്റെ വിചാരം ഇന്നലെയോ മിനിഞ്ഞാന്നോ പോയെന്നാണ്. അത്രമാത്രം യാത്ര ചെയ്തോ? യാത്ര മാത്രമല്ല, സംഭവങ്ങളും. ഫോൺ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാം. ഇപ്പോൾ നീ അല്ലിയുടെ അടുത്തേക്ക് ചെല്ല്. എന്താ? ശ്രീലക്ഷ്മിക്ക് ജിജ്ഞാസയായി. ചെല്ല്, വല്ലാതെ ടയേർഡാണവൾ ഇമോഷണലി. ഭർത്താവിൻ്റെ നേർക്ക് ചോദ്യഭാവത്തോടെ 2 നിമിഷം നോക്കി നിന്നിട്ട് ശ്രീലക്ഷ്മി മെല്ലെ പിന്തിരിഞ്ഞു. അല്ലിമയുടെ മുറിയിലേക്ക് ശ്രീലക്ഷ്മി ചെല്ലുമ്പോൾ അവൾ മുന്നോട്ട് കുനിഞ്ഞ് കിടക്കയിലിരിക്കുകയാണ്. ശ്രീലക്ഷ്മി അകത്ത് കയറി വാതിൽ ചാരി. മോളെ, വിളി കേട്ട് ഞെട്ടിയതുപോലെ അവൾ മുഖമുയർത്തി പകച്ചു നോക്കി. ശ്രീലക്ഷ്മി അരികെ ചെന്നു. അല്ലിമ എഴുന്നേറ്റു. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കണ്ട് ശ്രീലക്ഷ്മി എന്തു പറ്റി എന്ന് ചോദിക്കാൻ ഭാവിക്കുമ്പോഴേക്കും ശബ്ദമില്ലാത്ത ഒരു കരച്ചിലോടെ ശ്രീലക്ഷ്മിയുടെ തോളത്തേക്ക് അവൾ വീണു കഴിഞ്ഞു. ശ്രീലക്ഷ്മി 2 കൈകൾ കൊണ്ടും അവളെ ആശ്ലേഷിച്ചു. പക്ഷേ അവൾക്കതൊന്നും പോരായിരുന്നു. അവളുടെ നെഞ്ചിൽ അലകടൽ ഇരമ്പുന്നുണ്ടെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി. തേങ്ങലുകളുടെ ഇടിപ്പ് ഉടലിൽ പ്രകമ്പനം കൊണ്ടു. എന്തു പറ്റിയെന്ന് പറ. അവളുടെ മുഖം കയ്യിലെടുത്ത് ശ്രീലക്ഷ്മി മെല്ലെ ഉലച്ചു. എൻ്റെ അമ്മയല്ലേ? അതെ, ഞാൻ തന്നെയാ. എന്താ സംശയം? ആര് പറഞ്ഞു അല്ലെന്ന്? ഒന്നും പറയാതെ നെഞ്ചിടിച്ചു വന്ന ഒരു തേങ്ങലോടെ അലിമ വീണ്ടും ഇറുകെ കെട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാനായി സന്ദീപ് മുറിയിലേക്ക് കയറി വന്നു. പിറകെ കിഷോറും വന്നു. മേശപ്പുറത്ത് കിഷോറിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. കിടക്കയിലിരുന്നിട്ട് സന്ദീപ് തിരക്കി. ആരാ ഈ 11 മണിക്ക്? കിഷോർ ഫോൺ എടുത്ത് നോക്കി. സോഫിയ. ഞാനിരിക്കുന്നത് ശല്യാണോ? ഏയ്, കുഴപ്പമില്ല, സന്ദീപേട്ടൻ കിടന്നു. കിഷോർ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇത് എത്രാമത്തെ കോളാണെന്ന് അറിയാവോ? അയ്യോടാ, ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു, ഫോൺ റൂമിലും. കഴിഞ്ഞ 36 മണിക്കൂർ ഫുഡ് കഴിക്കുമായിരുന്നോ? അയ്യോടി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നൊരു യാത്രയുണ്ടെന്ന്? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നേ? ആരും ചോദിക്കാനുമില്ല, വിളിക്കാനുമില്ല, പറയാനുമില്ല. നിന്റെ ശബ്ദം എന്താ ഇത്ര വൈബ്രേറ്റ് ചെയ്യുന്നേ? എടി സോഫി, ഞാൻ പോയിട്ടെങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ. ഫോണില്ലായിരുന്നോ കയ്യിൽ? ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്?
ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു എൻ്റെ കൂടെ. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പോകുക. എനിക്ക് ഈ ജോലിയും വേണ്ട, ഒരു കുന്തവും വേണ്ട. അല്ല, നീ എന്തിനാ കരയുന്നേ? ഞാൻ എന്തെങ്കിലും... ആര് കരഞ്ഞു? ഇവിടെ ആരും കരഞ്ഞില്ല. എനിക്കതിൻ്റെ ഒരാവശ്യവും ഇല്ല. സോഫി, ഞങ്ങൾ പകൽ മുഴുവൻ ട്രാവലിംഗ് ആയിരുന്നു. വെളുപ്പിന് 5 മണിക്ക്... വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇനി വിളിക്കത്തുമില്ല. വെക്കുക. കോൾ കട്ടായി. കിഷോർ സ്തംഭിച്ചിരുന്നു പോയി. എന്താടാ കിച്ചു പ്രശ്നം? അവൾ ഫോൺ കട്ടാക്കി. ഇതെന്താ ഇങ്ങനെ? ഓർക്കാപ്പുറത്ത് ഇടിയും മിന്നലും കാറ്റും മഴയും എല്ലാം കൂടെ. ആ, അതങ്ങനെയാ. തുടങ്ങിയിട്ടേ ഉള്ളൂ. അനുഭവിച്ചോ? അവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ ആ കലണ്ടർ എടുത്ത് നോക്ക്. കറുത്തവാവോ വെളുത്തവാവോ വല്ലതും അടുത്തുണ്ടോന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ പീരിയഡ്സ് ആയിരിക്കും. കിഷോർ കണ്ണുമിഴിച്ചു. അങ്ങനെയൊക്കെ വരുമോ? ആ, അങ്ങനെയൊക്കെ വരും. സന്തുവേട്ട, അവൾ പോവുകയാണെന്ന്. അവൾക്ക് ജോലിയും വേണ്ട, ഒരു കുന്തവും വേണ്ടെന്ന്. ഇനി വിളിക്കത്തുമില്ലെന്ന്. നീ അതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങിൽ എടുത്താൽ മതി. ഞാൻ കിടക്കുവാണേ. ഗുഡ് നൈറ്റ്. സന്ദീപ് കിടന്നു. കിഷോർ ഫോണും നോക്കി അന്തം വിട്ടിരുന്നു. കിഷോർ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് ഫോൺ മീശപ്പുറത്ത് വെച്ചു. സോഫിയെ വിളിക്കണോ വേണ്ടയോ എന്നൊരു വടംവലി മനസ്സിൽ നടക്കുന്നുണ്ടായിരുന്നു. വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ ആത്മാഭിമാനത്തിന് ക്ഷീണമാകും. അവൾ വീണ്ടും കടിച്ചു മുറിച്ച് വല്ലതും പറഞ്ഞാൽ അത് പിന്നെയും കലഹം വർദ്ധിപ്പിക്കും. കിഷോർ ഒരു ആത്മപരിശോധന നടത്തി. താൻ തെറ്റു വല്ലതും ചെയ്തോ? ഇന്നലെ വൈകുന്നേരം അവൾ ഡ്യൂട്ടിക്ക് കയറും മുമ്പേ താൻ വിളിച്ച് സംസാരിച്ചതാണ്. ഇടുക്കി യാത്രയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇന്ന് വാസ്തവത്തിൽ സൗകര്യമായി വിളിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഉണ്ടായില്ല. എപ്പോഴും ബിസിയായിരുന്നു. മറ്റുള്ളവർ കൂടെയുള്ളതിനാൽ സോഫിയെ വിളിച്ച് സംസാരിക്കുക എന്നത് പ്രായോഗികമല്ലായിരുന്നു. തിരിച്ചെത്താൻ ഇത്രത്തോളം വൈകുമെന്നും വിചാരിച്ചില്ല. വന്നയുടനെ കുളിയും ഭക്ഷണവും. അത് കഴിഞ്ഞ് സൗകര്യമായി വിളിക്കാം എന്ന് കരുതിയപ്പോഴാണ് ഇങ്ങോട്ട് പൊട്ടിത്തെറി. നല്ല ക്ഷീണമുണ്ടായിട്ടും ഉറക്കം വരുന്നില്ല. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊബൈലിൽ മെസ്സേജ് അലർട്ട് വന്നപ്പോൾ കിഷോർ എടുത്തു നോക്കി. ഏതോ റിംഗ് ടോണിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇവനൊന്നും വേറെ പണിയില്ലേ? ആത്മകഥം അല്പം കൂടിപ്പോയി. നീ എന്തെങ്കിലും പറഞ്ഞോ കിച്ചു? ആ, സന്തുവേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പം എനിക്കൊരു കോൾ വരാനുണ്ട്. അല്ലിമയാണോ? യാ. രാത്രി 10 വരെ നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നോ? ഇനി എന്തിനാ കോൾ? അതുകൂടിയുണ്ടെങ്കിലേ ഒരു പൂർണ്ണതയുള്ളൂ. സന്ദീപ് ഒരു കള്ളച്ചിരി ചിരിച്ചു. ഞാൻ ഇനി വിളിക്കുന്നേയില്ല. മോശമല്ലേ രാത്രി അസമയത്ത്? അതും ഒരു പെൺകുട്ടിയെ. അവളിപ്പോൾ നിന്നെ പഞ്ഞിക്കിടുവായിരിക്കും അവിടെ ബെഡിൽ. അതെങ്ങനെ? ഞാൻ ഇവിടല്ലേ. തൽക്കാലം ഒരു തലയണ എടുത്തു വെച്ച് അതിന് നീയാണെന്ന് വിചാരിച്ച് കുറേ മാന്തും, അള്ളിപ്പിടിക്കും, പിച്ചിപ്പറിക്കും, ഇടിക്കും. പിന്നെ ഭിത്തിയുടെ നേർക്ക് വലിച്ചൊരേറും കൊടുക്കും. ശരിക്കും പ്രേമം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വട്ടായി പോകും. സന്തുവേട്ടാ, എനിക്കായിരുന്നു ഇതുവരെ പരാതിയും വഴക്കും. ഞാൻ വിളിച്ച് അറ്റൻഡ് ചെയ്യില്ല. മെസ്സേജ് അയച്ചാൽ മറുപടിയില്ല. നമ്മളൊരു ഡസൻ മെസ്സേജ് അയച്ചാലും അവൾ റിപ്ലൈ ചെയ്യാതെ കൂളായിട്ടിരിക്കും. ഞാൻ എത്ര തവണ വിചാരിച്ചിട്ടുണ്ടെന്നറിയോ അവളൊരു സ്നോ ബ്യൂട്ടിയാണല്ലോ എന്ന്. കാണാനൊക്കെ അഴകാ, പക്ഷേ തൊട്ടു നോക്കിയ മഞ്ഞ് പോലെ തണുത്തിരിക്കും. എന്തുകൊണ്ടാ അവൾക്കൊരു റെസ്പോൺസും ഇല്ലാത്തെ? നിർവികാര ജീവിയാണോ എന്നൊക്കെ ആലോചിച്ച് വലിയ നിരാശ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഫയർ ബ്യൂട്ടിയാ. തീപ്പൊരി ചിതറാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും എൻ്റെ അടുത്ത് പ്രേമമുണ്ട്? അവൾ പരമാവധി ഡിഫെൻഡ് ചെയ്ത് നോക്കി. എത്ര അടക്കി പിടിച്ചിട്ടും രക്ഷയില്ല. ഈ പ്രേമത്തിൻ്റെ ഒരു പവറുണ്ടല്ലോ. നമ്മൾ എത്ര പെൻഡപ്പ് ചെയ്താലും ഒടുക്കം എക്സ്പ്ലോഡ് ചെയ്ത് പുറത്തു വരും. പിന്നെ നമ്മളൊന്നുമല്ല, വെറും കച്ചിത്തുരുമ്പ. കൊടുങ്കാറ്റിലെ കടലാസത്തുകൊണ്ട് പറക്കുന്ന പോലെ, മലവെള്ളപ്പാച്ചിലിൽ പച്ചില വീണ പോലെ നമ്മളങ്ങ് പെട്ടുപോകും, ഒരിടത്തും ഒരു പിടിയും കിട്ടാതെ. സോഫി ആ സ്റ്റേജിലെത്തിയോ? ഇപ്പോൾ നീ കേട്ടതല്ലേ ഫോണിൽ കൂടെ. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഇപ്പം തന്നെ തിരിച്ചു വിളിക്കണമായിരുന്നു. ഇപ്പോൾ ലേറ്റായിപ്പോയി. 10 മിനിറ്റ് ആയതേ ഉള്ളൂ. അത് നിനക്ക്. അവൾക്ക് അവിടെ 10 ദിവസം കഴിഞ്ഞു. കിഷോർ എഴുന്നേറ്റ് കിടക്കയിലിരുന്നു. നല്ല രസമുണ്ട് കേൾക്കാൻ. പറ, അല്ലി ചേച്ചിയും സന്തുവേട്ടനും തമ്മിൽ ഇങ്ങനെയൊക്കെയാണോ? ഞങ്ങളുടെ പ്രേമം വേറൊരു ലെവലല്ലേ. അത് നിൻ്റെയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെന്താ? ഞങ്ങളുടേത് ഡിവൈൻ ലവ്വാ. പോ സന്തുവേട്ട, ഡിവൈൻ ലവ്. നിങ്ങളങ്ങനെ പരസ്പരം കൈകൂപ്പി തൊഴുതാണോ പ്രേമിക്കുന്നത്? ഞങ്ങൾ പരസ്പരം ഭയങ്കര റെസ്പെക്റ്റാണ്. അവൾക്ക് എന്നോടും എനിക്ക് അവളോടും. ഞങ്ങളുടെ പ്രേമം എന്താ തറ ലെവലിലാണോ? അല്ലടാ, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല. ഓരോ പ്രേമവും ഓരോ സ്റ്റൈലാ. എല്ലാം നല്ലത് തന്നെയാ. സന്തുവേട്ടൻ തുടങ്ങിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ.
അതിനിടയ്ക്ക് ഇത്രമാത്രം എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടി? അതോ? സന്ദീപ് എഴുന്നേറ്റിരുന്നു. എൻ്റെ പ്രൊബേഷൻ പീരീഡിൽ ഞാൻ കോട്ടയത്തായിരുന്നു. അന്നൊരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ഷിൻഡോ എന്ന് പേരുള്ള വേറൊരു പ്രൊബേഷണറും ഞാനും കൂടിയ അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യുന്നേ. കക്ഷിക്ക് അപ്പോഴേ ഉണ്ട് ഞരമ്പിൽ പിടിച്ച ഒരു പ്രണയം. നിസ്സാര കാര്യത്തിന് ലോകാവസാനം നടക്കുമെന്ന് തോന്നിക്കുന്ന മട്ടിലുള്ള വഴക്ക്. രാത്രി കിടക്കാൻ നേരത്ത് 1.5 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ ഒരു ഉമ്മ കുറഞ്ഞു പോയാൽ പിന്നെ കാളരാത്രിയാ. 4 പകരം 3 പോയെങ്കിൽ പിന്നെ 2 കാണണമെങ്കിൽ കടത്തനാടൻ കളരിത്തട്ടിൽ ചെല്ലണം. അതിനൊക്കെ വഴക്കുണ്ടാവുമോ? പിന്നെ ഇന്നലത്തെ അത്ര സ്നേഹം ഇന്നില്ലേ? എന്തുകൊണ്ട് ഒരെണ്ണം കുറഞ്ഞു പോയത്? എനിക്ക് സ്വരം കേട്ടപ്പോഴേ അറിയായിരുന്നു, ഒരു സ്നേഹവും ഇല്ലാത്ത പോലെ. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇങ്ങനെ പോകും തർക്കം. അവസാനം ഷിൻഡോ പോടി പട്ടിയെന്നൊക്കെ അലറിക്കൊണ്ട് ഫോൺ വലിച്ചെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തറയിലോട്ടും ഭിത്തിയിലോട്ടും എറിയില്ല. തലയണ, ഫോൺ ബെഡ്, ഫോൺ പൊട്ടിപ്പോകാതെ നോക്കണ്ടേ? വഴക്കെല്ലാ ദിവസവും ഉണ്ടാകും. എന്നും പുതിയ ഫോൺ വാങ്ങാൻ പറ്റുമോ? എന്നിട്ട് കിഷോറിന് രസം പിടിച്ചു. ഷിൻഡോ ഭ്രാന്തന്മാരുടെ മാതിരി 2 കൈയിലും മുടിയൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിൽ കൂടി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും അവൻ അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് വലിച്ചു പറിച്ച് നേരം വെളുക്കുമ്പോഴേക്കും മൊട്ടത്തലയനായി പോകുമോ എന്ന്. എനിക്കത് കാണാൻ വയ്യാഞ്ഞിട്ട് ഞാൻ റൂമിൽ നിന്നിറങ്ങി റോഡിൽ കൂടി ഏതെങ്കിലും തട്ടുകടയിൽ ചെന്ന് കട്ടൻ ചായ കുടിക്കും. ചിലപ്പോൾ ബ്യൂറോയിലൊന്ന് കയറും. 1/2 മണിക്കൂർ കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തുമ്പോൾ പൊട്ടിച്ചിരിയും വർത്തമാനവും കേൾക്കാം. എന്താ അത്? കിഷോർ ആശ്ചര്യപ്പെട്ടു. അവനും അവളും കൂടി കൊഞ്ചുന്നതാ. വഴക്കെല്ലാം കഴിഞ്ഞു. അടുത്ത കോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് ഇണങ്ങിക്കഴിഞ്ഞു. എന്നെയൊക്കെ അവൻ മറന്നു. അവർ വേറെ ലോകത്താ. ചിരിയും കളിയും തമാശയും. അങ്ങനെയൊക്കെയാണല്ലേ. നിസ്സാര കാര്യത്തിന് വെറുതെ പിണങ്ങിയിട്ട് ചമ്മലൊന്നുമില്ലാതെ പെട്ടെന്ന് ഇണങ്ങാൻ പറ്റുമോ? എടാ കിച്ചു, നിനക്ക് വേറൊരു കാര്യം അറിയണോ? നമ്മൾ പിണങ്ങാത്തതിന് അവർ പിണങ്ങും. നമ്മളവരോട് പിണങ്ങിയില്ലാന്ന് പറഞ്ഞ് അവർ നമ്മളോട് പിണങ്ങുമോ? പോ സന്തുവേട്ടാ, ചുമ്മാ തള്ളല്ലേ. എടാ സത്യ, സോഫി നിന്നോട് പറയുകയാണെന്നിരിക്കട്ടെ, ഞാൻ ഇന്ന് കുറച്ച് ബിസിയാണ്. 12 മണിക്കേ വിളിക്കത്തുള്ളൂന്ന്. ശരിയെന്ന് നീയും പറയുന്നു. അവിടെ ഒരു പോയിൻ്റുണ്ട്, നമ്മളത് ശ്രദ്ധിക്കണം. 12 മണിക്കേ വിളിക്കൂ എന്ന് പറഞ്ഞാൽ ശരി എന്ന് നമ്മൾ പറയരുത്. അയ്യോ, അതെങ്ങനെ ശരിയാകും? അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്കൊരു 11 മണിക്ക് വിളിച്ചൂടെ എന്ന് ചോദിക്കണം. അടിപൊളി, കേൾക്കട്ടെ. അവൾ 12 മണിക്ക് വിളിച്ചില്ലെന്നിരിക്കട്ടെ. നീ വിചാരിക്കും പാവം നല്ല ജോലി തിരക്ക് കാണും, ഇല്ലെങ്കിൽ വിളിച്ചേനേ എന്ന്. 2 മണിക്ക് അവൾ വിളിച്ചിട്ട് ചോദിക്കും, എന്തൊക്കെയുണ്ട് വിശേഷം, ഊണ് കഴിച്ചോ എന്നൊക്കെ. അപ്പോൾ നീ എന്തു പറയും? ഊണ് കഴിച്ചു, ഞാനും കുറച്ച് ബിസിയായിരുന്നു. നിന്റെ തിരക്കെല്ലാം കഴിഞ്ഞോ എന്ന് അല്ലേ? അതെ. അപ്പോഴേ അവൾ പിണങ്ങിക്കഴിഞ്ഞു. എന്തിന്? അവളല്ലേ 12 മണിക്ക് വിളിക്കാതിരുന്നേ. എന്തുകൊണ്ട് വിളിച്ചില്ലെന്ന് നമ്മൾ ചോദിക്കണം. ഞാൻ വെയിറ്റ് ചെയ്തത് വെറുതെ. മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കരുത് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണം. എങ്കിലല്ലേ അവരെ നമുക്ക് മിസ് ചെയ്തു എന്ന് അവർക്ക് തോന്നൂ. എൻ്റെ അമ്മോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഷിൻഡോയുടെ പ്രേമം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ ആ വിഷയത്തിൽ ബിഗ് സീറോ ആയി പോയേനെ. നമ്മൾ കെയർ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ അവർ ഫയർ ചെയ്യും. അതാണ് സംഭവം. സംസാരിക്കുന്നതിനിടയിൽ സന്ദീപിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ടായിരുന്നു. കിച്ചു, അല്ലിയ, സന്ദീപ് പറഞ്ഞു. എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അല്ലി, ഞാൻ കോൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാവരും കിടന്നോ? മനസ്സിലൊരു വലിയ ഭാരം ഇരിക്കുന്ന പോലെ തോന്നുന്നു. മണിമലയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. എന്തായിരുന്നു അത്ര വലിയ മനപ്രയാസം? എനിക്കൊന്നും അറിയണ്ടായിരുന്നെന്ന് തോന്നുക. അറിയുണ്ടെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്തൊരു വേദനയെ സന്ധ്യവേട്ട ആ സ്റ്റോറിക്കുള്ളിൽ മറിഞ്ഞു കിടക്കുന്നേ. എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. സങ്കടകരമാണ്, ട്രാജഡിയാണ്. നമ്മളും വിചാരിച്ചില്ലല്ലോ. നമ്മൾ പോയ വഴിയൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ഒന്നുകൂടെ കാണുമായിരുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ. നമ്മൾ പെരിയാർ വാലി എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ പോയില്ലേ? ആ അച്ഛനെയും അമ്മയും ഓർത്തിട്ട് എനിക്ക് അവരെന്തൊക്കെ അനുഭവിച്ചു. അല്ലിയുടെ ഗ്രാൻഡ് മദറും അല്ലേ? അതല്ല സന്ധ്യവേട്ട എൻ്റെ മനസ്സിൽ വരുന്നത്. മകൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു പോയതുകൊണ്ട് ഉള്ളതെല്ലാം വാരിയെടുത്ത് ഓരോരോ നാടുകളിൽ കൂടെ അലയേണ്ടി വന്ന ഒരച്ഛനും അമ്മയും. അവർക്കൊടുവിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു മകന് എന്തു പറ്റിയെന്ന് 22 വർഷം കഴിഞ്ഞിട്ട് തീർച്ചയില്ല. ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചുപോയോ? ഒരു ദിവസം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കയറി വരുമോ? ഒന്നും അറിയില്ല. വേറൊരു മകനുള്ളത്
ഈ പേടിച്ചോട്ടത്തിനിടയിൽ വഴിതെറ്റി ജയിലിലും പോയി കയറി. ആ അച്ഛനും അമ്മയ്ക്കും ഒരിത്തിരി സന്തോഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലി, ഇനി നീയുണ്ട് അവർക്ക് സന്തോഷിക്കാൻ. ഞാൻ എവിടെയാ? എന്നെയൊന്ന് കാണണമെന്ന് വെച്ചാൽ പോലും അവർക്ക് കിട്ടില്ലല്ലോ. എല്ലാ കൈയരികത്തും വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരത്തും ഉള്ളതുകൊണ്ട് മാത്രമേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. മക്കൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന എത്രയോ അച്ഛനമ്മമാർ അവരെ കാണാതെ കാണുന്നുണ്ട്, കേൾക്കാതെ കേൾക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ സന്തോഷമുണ്ടാവില്ലേ? അതുപോലെയാണോ സന്ധ്യവേട്ട? ഞാനും അവർക്കൊരു വേദനയല്ലേ? അങ്ങനെയല്ല. അവരിന്ന് രാത്രി ഉറങ്ങില്ല അല്ലേ? അവരിപ്പോൾ നിന്നെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. സ്വന്തം മകൻ്റെ മോളാണല്ലോ ഇവിടെ അവരെ കാണാൻ വന്നിട്ട് പോയത് എന്നോർക്കുമ്പോൾ അഭിമാനം കൊണ്ട് അവരുടെ ഹൃദയം വിങ്ങുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടെന്നും ഇനി ഇരുട്ട് മാത്രമേ ഉള്ളൂവെന്നും വിചാരിച്ചിരുന്നവരല്ലേ അപ്പോഴാ നീ അവരുടെ മുന്നിൽ ചെന്ന് നിന്നത്. ആ ഒരു വെളിച്ചം മാത്രം മതി അവർക്കിനി ധൈര്യത്തിലും പ്രതീക്ഷയിലും ജീവിക്കാൻ. എന്നെ അവർക്ക് ഇഷ്ടമായി കാണുമോ സന്ധ്യവേട്ട? ഇഷ്ടമായോന്നോ? അവരൊരിക്കലും സങ്കല്പിച്ചിട്ട് പോലുമില്ല ഇങ്ങനൊരു കൊച്ചുമകൾ അവിടെ ചെന്ന് അവരെ കാണുമെന്ന്. എനിക്കിനി അവിടെ പോകണം സന്ധ്യവേട്ട, അവരെ കാണണം. എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടാനുണ്ടെന്ന് തോന്നുക. അല്ലിമയുടെ സ്വരം തരളിതമായി. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും പോകും അവിടെ. അവരെ ആശ്വസിപ്പിക്കും. അവർക്കും ചിലതൊക്കെ കിട്ടാനുണ്ട്. നീ അവർക്ക് അതൊക്കെ കൊടുക്കും. എൻ്റെ മനസ്സിൽ നടക്കണതൊക്കെ സന്ധ്യവേട്ടനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിശയമാണ് കേട്ടോ. അല്ലിമയുടെ സ്വരം ആർദ്രമായി. അതുകൊണ്ടല്ലേ നമ്മൾ കണ്ടുമുട്ടിയത്? ഭൂമിയിൽ എവിടെയൊക്കെയോ അലഞ്ഞു നടന്ന രണ്ട് ആത്മാക്കൾ എവിടെയോ വെച്ച് കണ്ടുമുട്ടുന്നു. രണ്ട് കണ്ണികൾ അവിടെ നിന്നിങ്ങോട്ട് മാല കോർക്കുന്ന പോലെ. ഓരോരോ കണ്ണികൾ. രണ്ട് വഴികളിലായി രണ്ട് മുത്തശ്ശിമാർ, രണ്ട് മുത്തച്ഛന്മാർ, ബന്ധുജനങ്ങൾ. ഇനി സ്വന്തം അച്ഛനെയും അമ്മയെയും കൂടി കണ്ടെത്തിയാൽ മതി. അതിനി സാധിക്കുമോ? നമുക്ക് നോക്കാം. സന്ധ്യവേട്ടനിപ്പോൾ എന്നോട് എന്താ തോന്നുന്നേ? എൻ്റെ ജനന വഴി ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ഓർക്കുമ്പം എന്നോടുണ്ടായിരുന്ന സ്നേഹം കുറഞ്ഞു പോയില്ലേ? ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. വെറുതെ പറയുക. അല്ലെന്ന്, എനിക്ക് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നിന്നെ ഒരു കുഞ്ഞിനെ പോലെ തോളത്തോട്ട് കിടത്തി തലോടി തലോടി ഉറക്കണമെന്നാ മനസ്സിൽ. എന്നെ അങ്ങനെ തന്നെ ഉറക്കണേ. ഞാൻ അത്രയ്ക്ക് തളർന്നിരിക്കുമായിരുന്നു. എന്നാൽ ഇനി കിടന്നു. സന്ധ്യവേട്ടൻ റൂമിൽ ഒറ്റയ്ക്കാണോ? അല്ല, കിച്ചുണ്ട്. ഉറങ്ങിയോ? ഇല്ല, സോഫിയും അവനും തമ്മിൽ ചെറുതായിന്ന് പിണങ്ങി. എന്തിന്? അത് പിന്നെ പറയാം. നാളെ ഹരിപ്പാടിന് പോകുന്നുണ്ടോ? ഓഫീസിൽ പോകണം, വീട്ടിലും പോകും. യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ. അച്ഛൻ പറഞ്ഞത് നിസ്സാരമായിട്ട് എടുക്കണ്ട. ഓക്കെ. കിടക്കുന്നതിന് മുമ്പ് ഓൺലൈനിൽ വരണേ. 1 മിനിറ്റ് മതി. വരാം. മുഖം കണ്ടിട്ട് കിടന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതുകൊണ്ടാ. ഓക്കെ, ഷുവർ. ഇപ്പോൾ കട്ട് ചെയ്യട്ടെ? സംഭാഷണം നിർത്തി സന്ദീപ് മുറിയിലേക്ക് ചെന്നപ്പോൾ കിഷോർ കട്ടിലിൽ അതേപടി ഇരിപ്പുണ്ട്. ആഹാ, നീ കിടന്നില്ലേ? കിടന്നതാ, ഉറക്കം പോയി. എങ്ങോട്ട് പോയി? ആ, നിന്റെ ഉറക്കം ആലുവായിലുണ്ട്. അങ്ങോട്ടൊന്ന് വിളിച്ചേ. ലേറ്റായിപ്പോയി. അവളിപ്പോൾ ഉറക്കം പിടിച്ചു കാണും. എടാ, അവളിപ്പോൾ ഫോണിലോട്ട് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക, ജീവനുള്ള ഒരു ജന്തുവിനെ നോക്കുന്ന പോലെ. സന്ധ്യവേട്ടൻ അങ്ങനെ അറിയാം? ഷിൻഡോ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞു തീരും മുമ്പ് കിഷോറിൻ്റെ ഫോൺ റിങ് ചെയ്തു. കിഷോർ ഡിസ്പ്ലേ നോക്കി. സോഫിയ കോളിംഗ്. ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമത്തിനായി ജയദേവൻ നമ്പ്യാർ മുറിയിലേക്ക് പോയി കഴിഞ്ഞ് മുൻവാതിൽ അടയ്ക്കാൻ വേണ്ടി ചെന്നതായിരുന്നു രാജശ്രീ. ഊണ് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് മയങ്ങണം. പണ്ട് വീടുകളുടെ മുൻവാതിൽ രാത്രികാലങ്ങളിലൊഴികെ എല്ലായ്പ്പോഴും തുറന്നിടുമായിരുന്നു. അടച്ചിട്ട വാതിലുള്ള വീട് ആൾവാസമില്ലാത്തതിൻ്റെ ലക്ഷണമായിരുന്നു. ഇപ്പോൾ എല്ലാ വീടിൻ്റെയും മുൻവാതിലുകൾ അടഞ്ഞു തന്നെയാണല്ലോ കിടക്കാറുള്ളതെന്ന് രാജശ്രീ ഓർത്തു. കള്ളന്മാരെ ഭയന്നിട്ടാണ് ഇപ്പോൾ വാതിൽ പകൽ നേരത്തും അടച്ചിടുക. കണ്ണു തെറ്റിയാൽ വീടിനുള്ളിൽ കടന്ന് രഹസ്യമൂലകളിലോ കട്ടിലിനടിയിലോ അലമാരകൾക്ക് പിന്നിലോ പതുങ്ങുന്ന കള്ളന്മാരുള്ളതായി രാജശ്രീ കേട്ടിട്ടുണ്ട്. വാതിൽ ഒരു പാളി അടയ്ക്കുമ്പോഴേക്കും ഗേറ്റിലൊരു കാർ വന്നു നിന്നു. ആരുടെ കാറാണെന്ന് രാജശ്രീ സംശയത്തോടെ നോക്കി. ഗേറ്റ് ഒരു പാളി അടഞ്ഞു കിടക്കുകയാണ്. ഞായറായതിനാൽ ഇന്നേ ദിവസം ആരും കാർ ഇറക്കുകയോ സന്ദർശകർ ആരും വരികയോ ചെയ്തിട്ടില്ല. ആരാ അമ്മേ വന്നത്? ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് രാജശ്രീ ഞെട്ടി. നന്ദനയായിരുന്നു അത്. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മിണ്ടാതെ പതുങ്ങി പുറകിൽ വന്ന് നിന്നോണ്ട് പെട്ടെന്ന് സംസാരിക്കരുതെന്ന്.
രാജശ്രീ മകളെ ശാസിച്ചു. ഈ അമ്മയുടെ ഒരു പേടി, പിന്നെ ഇങ്ങനെ തൊട്ടുപുറകിൽ വന്ന് നിന്നുകൊണ്ട് ഒച്ച വെച്ച ആരായാലും പേടിക്കില്ലേടി? ടാക്സിയാണല്ലോ അമ്മേ, നന്ദന മുറ്റത്തെത്തിയ കാറിന് നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് രാജശ്രീ ആശ്ചര്യസ്തബ്ധയായി. ഇത് പോണ്ടിച്ചേരിക്കാരാണല്ലോ, അവർ ആത്മഗതം പോലെ പറഞ്ഞു. നന്ദനയ്ക്ക് പക്ഷേ അത്ര പരിചയമൊന്നും തോന്നിയില്ല. അമ്മയ്ക്ക് അങ്ങനെ കണ്ടപ്പോഴേ മനസ്സിലായി, അവരിവിടെ ഒരിക്കലും വന്നിട്ടില്ലല്ലോ, നമ്മൾ പോണ്ടിച്ചേരിക്കും പോയിട്ടില്ല. മണിമല തറവാട്ടിൽ കല്യാണത്തിനും മരിപ്പിനുമൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സന്തുവിൻ്റെ ഫോണിലുണ്ട് ഇവരുടെ ഫോട്ടോസ് എല്ലാം. ഓ, അത് ശരിയാണല്ലോ, ഞാനും കണ്ടതാ പോണ്ടിച്ചേരി ഫോട്ടോസ്. പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഭാസിയമ്മാമയാണ് ആ മുടി നരച്ച് പൊക്കം കൂടിയ ആൾ. കൂടെയുള്ളത് മകൻ മധു, പിന്നെ മധുവിൻ്റെ വൈഫ് തങ്കം. രാജശ്രീ മകളോട് സ്വരം താഴ്ത്തി പറഞ്ഞു. അതിനുശേഷം വാതിൽ മലർക്കെ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. ഭാസ്കരമേനോനും മധുവും തങ്കവും പൂമുഖത്തേക്ക് വരുന്നുണ്ടായിരുന്നു. രാജശ്രീ ചെന്ന് ആഹ്ലാദത്തോടെ അവരെ സ്വീകരിച്ചു. കാറ് വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല, ഇതൊരു വലിയ അത്ഭുതമാണല്ലോ ഇങ്ങോട്ടൊക്കെയുള്ള വരവ്. രാജശ്രീ കുശലം പറഞ്ഞു. ഞങ്ങളെ മനസ്സിലായല്ലോ അല്ലേ? ഭാസ്കരമേനോൻ ചോദിച്ചു. ഭാസി അമ്മാമയെ ഏത് കാലത്തും എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയാം. കയറി വാ. ഹാ, വിചാരിക്കുന്ന പോലെ കയറാൻ പറ്റില്ല. വാക്കിംഗ് സ്റ്റിക്ക് ഊന്നിയാണ് ഭാസി അമ്മാമ സിറ്റൗട്ടിലേക്കുള്ള പടികൾ കയറിയത്. രാജശ്രീ പിടിക്കാൻ കൈ നീട്ടിയെങ്കിലും ഭാസ്കരമേനോൻ അത് സ്വീകരിച്ചില്ല. 3 പേരും സിറ്റൗട്ടിലേക്ക് കയറി. മോളെ, അച്ഛനെ വിളിക്ക്. രാജശ്രീ തിരിഞ്ഞ് നന്ദനയോട് പറഞ്ഞു. വിടർന്ന കണ്ണുകളിൽ വിസ്മയം നിറച്ച് നോക്കി നിന്ന നന്ദന വേഗം തിരിഞ്ഞോടി. മധു, തങ്കം അല്ലേ? രാജശ്രീ 2 പേർക്കും ഷേക്ക് ഹാൻഡ് നൽകി. ജഡ്ജി ഉണ്ടോ ഇവിടെ? സംശയിച്ചാ വന്നത്, ഭാസ്കരമേനോൻ ചോദിച്ചു. ഇന്ന് സൺഡേ അല്ലേ, കോടതിയില്ലല്ലോ, രാജശ്രീ പറഞ്ഞു. അതറിയാം, പക്ഷേ ഞായർ എവിടെയെങ്കിലും യാത്രയോ ഷോപ്പിങ്ങോ ഔട്ടിങ്ങോ എവിടെയെങ്കിലും വിസിറ്റോ അങ്ങനെ എവിടെയും പോകാമല്ലോ. ഇപ്പോൾ ഊണ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ റൂമിലേക്ക് പോയതേ ഉള്ളൂ. മോള് പോയിട്ടുണ്ട് വിളിക്കാൻ. കയറി വന്നോളൂ. രാജശ്രീ അവരെ ലിവിംഗ് റൂമിലേക്ക് സ്വീകരിച്ചിരുത്തി. ഊണ് കഴിച്ചതാണോ? രാജശ്രീ ചോദിച്ചു. ഇല്ലെങ്കിൽ ഇവിടെയുണ്ട്, ഞങ്ങളിപ്പോൾ കഴിച്ചെണീറ്റതേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പായിപ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് കാർ നിർത്തി. അവിടെ കായൽ മീനൊക്കെ കിട്ടുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞിട്ട് അവിടെ കയറി ഊണ് കഴിച്ചു, മധു പറഞ്ഞു. ജയദേവൻ നമ്പ്യാർ കോണിപ്പടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പുറകെ നന്ദനയും. ജയദേവൻ നമ്പ്യാരെ കണ്ട് തങ്കവും മധുവും എഴുന്നേറ്റു. ഭാസിയമ്മാമ. ജയദേവൻ നമ്പ്യാർ വന്ന് ഭാസ്കരമേനോന് കൈ കൊടുത്തു. ഇതെന്താണ് ഇങ്ങനെയൊരു സർപ്രൈസ് വിസിറ്റ്? ആദ്യമായിട്ടല്ലേ ഇവിടെ? ചോദിക്കുമ്പോൾ തന്നെ ജയദേവൻ തങ്കത്തിനും മധുവിനും ഷേക്ക് ഹാൻഡ് നൽകി. ഞങ്ങൾ വാസ്തവത്തിൽ ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല, മണിമല വന്ന ശേഷം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാ, ഭാസ്കരമേനോൻ പറഞ്ഞു. മണിമലയിൽ എന്ന് വന്നു? ഡേ ബിഫോർ എസ്റ്റർഡേ. ഓ, ഐ സി. മണിമലയിൽ എന്താ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മല്ലിക വയ്യാതിരിക്കുന്നു. പിന്നെ ബാലകൃഷ്ണനെ കണ്ടിട്ട് കുറേ കാലമായി. അവിടെ ആരും പോണ്ടിച്ചേരിക്ക് വരാറില്ല. അതങ്ങനെയാ ഭാസ്യമ്മാമേ. നാട്ടിൽ നിന്ന് പല വഴിക്ക് പോയവരാണ് ഓർമ്മ പുതുക്കാനും ബന്ധുജനങ്ങളെ കാണാനുമൊക്കെയായിട്ട് നാട്ടിലേക്ക് വിസിറ്റ് നടത്താറുള്ളത്. അല്ലാതെ നാട്ടിലുള്ളവർ അങ്ങോട്ട് പോയി കാണലില്ല, ജയദേവൻ നമ്പ്യാർ ചിരിയോടെ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം വന്നാൽ പോകുമല്ലേ? ഭാസ്കരമേനോൻ അതിലൊരു മുന വെച്ചിട്ടുണ്ടായിരുന്നു. സന്ദീപ് 2 വർഷം മുമ്പ് പോണ്ടിച്ചേരിക്ക് ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയതിനെക്കുറിച്ചായിരിക്കും ഭാസി അമ്മാമ സൂചിപ്പിച്ചതെന്ന് ജയദേവൻ നമ്പ്യാർ ഊഹിച്ചു. കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കോഫി അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും? രാജശ്രീ ചോദിച്ചു. ചായ തന്നെ ആയിക്കോട്ടെ. നാട്ടിൽ വരുമ്പോൾ ചായയ്ക്ക് പലയിടത്തും പല ടേസ്റ്റാണ്. പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലും അങ്ങനെയല്ല, എല്ലായിടത്തും ഏതാണ്ട് ഒരേ ടേസ്റ്റ്. ഹരിപ്പാടിൻ്റെ ചായ ടേസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം, ഭാസ്കരമേനോൻ പറഞ്ഞു. ഇന്നെന്തായാലും വേറെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെയാണല്ലോ? ജയദേവൻ ചോദിച്ചു. ഇന്ന് രാത്രി കൊച്ചിയിൽ പോയി ക്യാമ്പ് ചെയ്തിട്ട് നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. നാളെ ഇവിടെ നിന്ന് പോകാം നെടുമ്പാശ്ശേരിക്ക്, ഇന്നിവിടെ ക്യാമ്പ് ചെയ്യാം, ജയദേവൻ ഭേദഗതി നിർദ്ദേശിച്ചു. അതൊക്കെ നമുക്ക് ചായകുടിയൊക്കെ കഴിഞ്ഞ് പുറകെ തീരുമാനിക്കാം. കുടുംബവിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ രാജശ്രീയും നന്ദനയും ചായ, മധുരപലഹാരങ്ങൾ, പഴം എന്നിവയൊക്കെ കൊണ്ടുവന്നു. ചായ കുടിക്കുന്നതിനിടയിൽ ഭാസ്കരമേനോൻ സന്ദീപിനെ തിരക്കി. അവൻ എവിടെയോ യാത്രയായിരുന്നു, ഇന്നലെ എത്തി, ഇന്ന് ഓഫീസിൽ പോയിരിക്കുക, രാജശ്രീ പറഞ്ഞു. മണിമലയിൽ വന്നിട്ടുണ്ടായിരുന്നു അവൻ.
മധു പറഞ്ഞു. മല്ലിക ചിറ്റിയുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടു. ഓ, അവൻ അക്കാര്യമൊന്നും ഇവിടെ പറഞ്ഞില്ല. രാജശ്രീ അത്ഭുതം പ്രകടിപ്പിച്ചു. അവൻ്റെ കൂടെ ഏതോ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ഭാസ്കര മേനോൻ ജയദേവനെ കുറ്റപ്പെടുത്തുന്ന മട്ടിൽ നോക്കി. ഇതൊക്കെയാണോ പത്രപ്രവർത്തനം? നിങ്ങളാരും ഇതൊന്നും അറിയുന്നില്ലേ? ഓഫീസിൽ നിന്നുള്ള സബോർഡിനേറ്റ്സ് ആയിരിക്കും. മല്ലിക ചിറ്റിയുടെ വീട്ടിൽ ഒരു പെണ്ണുമായിട്ട് ചെല്ലണമെങ്കിൽ അത് ഒഫീഷ്യൽ മാറ്റർ ആയിരിക്കണം. ജയദേവൻ നമ്പ്യാർ ഒന്നും അറിയാത്ത മട്ടിൽ പറഞ്ഞു. സി ജയദേവ്, നമ്മൾ വെറുതെ എങ്ങും തൊടാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ പർപ്പസ് ഓഫ് വിസിറ്റ് ഒഫീഷ്യൽ ഒന്നും ആയിരുന്നില്ല. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് മല്ലികയുടെ ഗ്രാൻഡ് ഡോക്ടർ ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാ അവൻ വന്നത്. മകൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് നിങ്ങൾ അന്വേഷിക്കണ്ടേ? അവനിങ്ങോട്ട് വരട്ടെ, നമുക്ക് ചോദിക്കാം. ജയദേവൻ നമ്പ്യാർ ശാന്തതയോടെ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ആൻസൈറ്റിയും ഇല്ലല്ലോ? മല്ലികയുടെ വീട്ടിൽ വച്ച് അവൻ എന്തൊക്കെ അനൗൺസ് ചെയ്തു എന്നൊന്നും നിങ്ങൾക്കറിയണ്ടേ? ഞാൻ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. ഒന്നാമത് എനിക്ക് പിടിപ്പത് ജോലിയുണ്ട്. മല്ലികയുടെ ഗ്രാൻഡ് ഡോട്ടറാണെന്ന് അവകാശപ്പെടുന്ന ഒരു പെണ്ണ് അവൻ്റെ കൈവശം ഉണ്ടെന്നറിയോ തനിക്ക്? ഭാസ്കര മേനോൻ തെല്ലി മൂർച്ചയിൽ ചോദിച്ചു. എന്നോട് നേരിട്ടൊന്നും അവൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ എങ്ങനെ എന്തൊക്കെയോ അന്വേഷിക്കുന്നതായിട്ടറിയാം. ജേർണലിസ്റ്റ് അല്ലേ ഭാസ്യമ്മാമേ? പോരെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങിലാണ് അവൻ്റെ ഇൻട്രസ്റ്റ്. ജയദേവൻ മറുപടി നൽകി. ഇത് പത്രത്തിന് വേണ്ടിയാണോ അതോ അവന് വേണ്ടിയാണോ? ഭാസ്യമ്മാമേ, എനിക്കറിയാവുന്ന സത്യം ഞാൻ പറയാം. അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ചു. കൊള്ളാമെന്ന് ഞങ്ങൾക്കും തോന്നി. ജാതകം ചോദിച്ചപ്പോൾ പെണ്ണ് അഡോപ്റ്റഡ് ആണെന്ന് തെളിഞ്ഞു. കല്യാണം നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്തും ജാതകവും ഇല്ലാത്ത പെൺകുട്ടി. അവളുടെ ജാതി, മതം, പാരമ്പര്യം, സംസ്കാരം ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം നടക്കില്ലെന്ന്. അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് അവന് വാശി. അവൻ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തിരക്കി നടക്കുകയാണെന്ന് മാത്രമേ എനിക്കറിയൂ. ജയദേവൻ നമ്പ്യാർ അല്പമൊന്ന് വിട്ടുകൊടുത്തു. അതന്വേഷിക്കാൻ വേണ്ടിയാണ് അവൻ പോണ്ടിച്ചേരിയിൽ വന്നതെങ്കിൽ ഞങ്ങളോട് വിവരം പറയണ്ടേ? ഞങ്ങൾ അവനെ സഹായിക്കില്ലേ ജയദേവ്? ഞാനാ പറഞ്ഞത് അവനോട് ഭാസ്യമ്മാമയെ വിവരം അറിയിക്കേണ്ട. ഈ കാര്യത്തിന് വേണ്ടി ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്നെ വിളിച്ച് ജയദേവ് പറയുകയല്ലേ വേണ്ടത്, ഭാസ്യമ്മാമയെ എൻ്റെ മകന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന്? ഭാസ്കര മേനോൻ ചോദിച്ചു. അവൻ്റെ അന്വേഷണം എനിക്കത്ര സ്വീകാര്യമല്ലായിരുന്നു. ഭാസ്യമ്മാമ അതൊക്കെ അറിയുന്നത് മാനിക്കേടായിട്ടാണ് ഞാൻ കരുതിയത്. അവൻ അന്വേഷിച്ചിട്ട് ഇവിടെ വന്ന് എന്തു പറഞ്ഞു? അവൻ പറഞ്ഞത് എന്തായിരിക്കുമെന്ന് ഭാസ്യമ്മാമയ്ക്ക് അറിയാമല്ലോ? ഇല്ല, എനിക്കറിയില്ല. സന്തു, മധുവിൻ്റെ മോൾ വേണിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അന്വേഷിച്ചത് മുതൽ നിങ്ങൾ അലേർട്ടഡ് ആയിരുന്നു. ക്ലൂണി ഹോസ്പിറ്റലിൽ പോയി അവൻ റെക്കോർഡ്സ് കളക്ട് ചെയ്തു എന്നറിഞ്ഞ ശേഷം നിങ്ങളാകെ ഡിസ്റ്റർബ്ഡായി. അവനെ ഫോളോ ചെയ്തു തുടങ്ങി. സത്യം പറഞ്ഞ പോണ്ടിച്ചേരിന്ന് അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോരുകയാണ് ഉണ്ടായത്. ശരിയല്ലേ? ഇതൊക്കെ ആര് പറഞ്ഞു ജയദേവ്? അവനോ? ഞങ്ങൾ എന്തിനാ അവനെ ഫോളോ ചെയ്യുന്നേ? ഭാസ്യമ്മാമേ, അവനെന്താ ബുദ്ധിയില്ലാത്തവനാണോ? എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? നിങ്ങൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാണെന്ന് കരുതുന്നവരാ ഇങ്ങനെ വസ്തുതകൾ നിഷേധിക്കുന്നത്. രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? എന്ത് ആരോപണം വന്നാലും അവരങ്ങ് നിഷേധിക്കും. ജനങ്ങൾ മണ്ടന്മാരാണെന്നും അവർ പറയുന്നത് വിശ്വസിക്കണം എന്നുമാണ് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. വിശ്വസിച്ചില്ലെങ്കിലും അവരത് അവഗണിച്ച് കളയും. ഭാസ്യമ്മാമ പോണ്ടിച്ചേരിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? അവൻ ക്ലൂണി ഹോസ്പിറ്റലിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സെർച്ച് ചെയ്താൽ ഭാസ്യമ്മാമയും ഫാമിലിയും അത്ര പാനിക്കാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കില്ലേ? ക്ലൂണി ഹോസ്പിറ്റലിലെ രജിസ്റ്ററിൽ നിന്ന് തങ്കത്തിൻ്റെ പേരും ഡെലിവറി ഡേറ്റും എല്ലാം കളക്ട് ചെയ്തു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ വിളിച്ചത്. അതിലെന്താ കുഴപ്പം? ഞങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമെന്താ? അവനെന്തിനാ ഞങ്ങളോട് വിരോധം? അവൻ നിങ്ങളെ വലിച്ചിഴിച്ചോ? ഇല്ലല്ലോ. എന്തെങ്കിലും അവൻ നിങ്ങളോട് സംസാരിച്ചോ? അവനെന്തിന് പോണ്ടിച്ചേരിക്ക് വന്നു? വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കരുതായിരുന്നോ? ജയദേവൻ അത് കേട്ട് ചിരി വന്നു. ആ പെൺകുട്ടിയെ ഒരു ഫാമിലി തെരുവിൽ നിന്നെടുത്ത് വളർത്തിയതാ. പോണ്ടിച്ചേരിയിലാണ് ആ തെരുവ്. അപ്പോൾ പോണ്ടിച്ചേരിയിലല്ലാതെ എവിടെ അന്വേഷിക്കണം? ചൂണ്ടച്ചേരിയിൽ അന്വേഷിച്ചാൽ മതിയോ? ഞങ്ങളുടെ സ്വസ്ഥതയെ അവൻ നശിപ്പിച്ചത്. ഭാസ്കര മേനോൻ മുഴിമുട്ടിയപ്പോൾ പറഞ്ഞു. നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഇൻവോൾവായ ഒരു ക്രൈം നടന്നതുകൊണ്ടായിരിക്കും. എന്ത് ക്രൈം? എനിക്കറിയില്ല. എൻ്റെ ജോലി കേസുകൾ പഠിച്ച് ജഡ്ജ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും.
വെറുതെ തർക്കിക്കുന്നത് കൊണ്ട് ഫലമില്ലെന്ന് ഭാസ്കരമേനോന് മനസ്സിലായി. തൻ്റെ മകനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്താ വഴി? അവൻ പോണ്ടിച്ചേരിന്ന് പോന്നല്ലോ, ഇനി എന്താ ഭാസിയമ്മാമയ്ക്ക് പ്രശ്നം? ഭാസ്കരമേനോൻ ഉത്തരം പറയാതെ മധുവിനെയും തങ്കത്തെയും നോക്കി. അവൻ ഈ പെണ്ണല്ലാതെ ഈ ലോകത്ത് വേറൊരു പെണ്ണുമില്ലേ കല്യാണം കഴിക്കാൻ? ഭാസിയമ്മാമേ, അവൻ അവളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അവൻ്റെ കുറ്റമല്ല. ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത് വ്യക്തമായ പ്രോഗ്രാമും പ്ലാനിങ്ങും അനുസരിച്ചാണ്. അതിൻ്റേതായ സമയം വന്നപ്പോൾ വിട്ടുപോയ കണ്ണുകൾ കൂടിച്ചേരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ സന്ദീപ് ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഭാസ്കരമേനോൻ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ചോദിച്ചു. എനിക്ക് തടസ്സമൊന്നും പറയാനില്ല, എല്ലാം ക്ലിയറായി. അപ്പോൾ ഇനി കല്യാണം നടത്തിയ പോരെ? മതി. ജയദേവന് മകനോട് പറഞ്ഞുകൂടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും വേണ്ടെന്ന്? അവൻ പോലീസൊന്നും അല്ലല്ലോ. ഞാൻ എന്തിനു പറയണം? എനിക്കെന്ത് കാര്യം? നമ്മുടെ തറവാട്ടിൽ കയറിയാണ് അവൻ കളിക്കുന്നത്. തനിക്കതിലൊന്നുമില്ലേ? അവൻ കളിക്കട്ടെ, നമ്മളെല്ലാവരും നിരപരാധികളല്ലേ, പിന്നെന്ത് പേടിക്കാൻ? അതിൻ്റെ ആവശ്യമുണ്ടോന്നാ ചോദ്യം. സന്തു നല്ലൊരു ത്രില്ലർ സ്റ്റോറി കൊടുക്കാമെന്ന് എഡിറ്റർ ഓറ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ആവശ്യപ്പെടുന്നിടത്തോളം ദിവസം അന്വേഷണത്തിന് വേണ്ടി എടുത്തോളാൻ അവർ സമ്മതിച്ചിരിക്കുന്നേ. ഓൺ ഡ്യൂട്ടിയിലാണ് അവൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. അവർക്ക് അവനെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടല്ലേ ജയദേവ്. ഞാനൊരു കാര്യം പറയാം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമുക്ക് ഈ പ്രശ്നം തീർക്കാം. ഞങ്ങൾ കോംപ്രമൈസിന് തയ്യാറാ. തൻ്റെ മകന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, കൊടുക്കാം. നിങ്ങൾ അവനുമായി നേരിട്ട് സംസാരിച്ചാൽ മതി. ഞാനിതിൽ ഇടപെടില്ലെന്ന് മാത്രമല്ല, അഭിപ്രായം പോലും പറയില്ല. തൻ്റെ കൂടി തറവാട് ഒരു വശത്ത്, മറുവശത്ത് തൻ്റെ മകൻ. തനിക്കിതിൽ ഒന്നും ചെയ്യാനില്ലേ? ഭാസിയമ്മാമേ, എൻ്റെ മകൻ്റെ സൈഡ് സുതാര്യമാണ്. അവൻ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. പക്ഷേ ഭാസിയമ്മാമ തറവാടെന്ന് കൂടെ കൂടെ പറയുന്ന നിങ്ങളുടെ സൈഡ് അങ്ങനെയല്ല. അവിടെ ഇരുട്ടാണ്. നിങ്ങളെല്ലാവരും വേട്ടക്കാരെ കണ്ട മൃഗങ്ങളെ പോലെ വിരണ്ടിരിക്കുന്നു. നിങ്ങളാരും സത്യം പറയുന്നുമില്ല. ജയദേവന് എന്താ അറിയേണ്ടത്? മല്ലിക ചെട്ടിയുടെ മകളെ 22 വർഷം മുമ്പ് പൂർണ്ണ ഗർഭിണിയായ അവസ്ഥയിൽ പോണ്ടിച്ചേരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? ചോദ്യം കേട്ട ശേഷം ഭാസ്കരമേനോൻ മധുവിനെയും തങ്കത്തിനെയും നോക്കി. അവരും സന്നിഗ്ധാവസ്ഥയിലായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഭാസ്കരമേനോൻ പറഞ്ഞു. ക്ലൂണി ഹോസ്പിറ്റലിൽ വെച്ചാണോ മാള് പ്രസവിച്ചത്? അതെ. ആ കുഞ്ഞിനെ നിങ്ങൾ എറിഞ്ഞു കളഞ്ഞോ? അന്നത്തെ സാഹചര്യത്തിൽ വേറെ നിവൃത്തിയില്ലായിരുന്നു. സ്വന്തം അനുജത്തിയുടെ മകളോട് അങ്ങനെയൊരു ക്രൂരത ചെയ്യാൻ ഭാസിയമ്മാമയ്ക്ക് എങ്ങനെ തോന്നി? ബാലകൃഷ്ണനും ജഗന്നാഥനും പ്രേമചന്ദ്രനും എല്ലാം താണു വീണു പറഞ്ഞു. ഇല്ലീഗൽ പ്രഗ്നൻസി എന്നാണ് പറഞ്ഞത്. സഹായിക്കുകയല്ലാതെ കൈയൊഴിയാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പോൾ സന്തു ഇതുവരെ കണ്ടുപിടിച്ചതൊക്കെ സത്യമാണെന്ന് ഭാസിയമ്മാമ സമ്മതിക്കുന്നു. എനിക്ക് പോണ്ടിച്ചേരിയിലെ കാര്യങ്ങൾ മാത്രമേ അറിയൂ. ശരി, അതുമാത്രം പറഞ്ഞാൽ മതി. മല്ലിക ചെട്ടിയുടെ മകൾ മാളുവിന് എന്താ സംഭവിച്ചത്? പോണ്ടിച്ചേരിയിൽ വന്ന ശേഷം അവളെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല. ഭാസിയമ്മാമയ്ക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയുമില്ല. 22 വർഷമായി. മാളു ജീവിച്ചിരിപ്പുണ്ടോ? ഭാസിയമ്മാമ ആദ്യം തല കുനിച്ചിരുന്നു. പിന്നെ മുഖം തിരിച്ച് ചുവർ ചിത്രത്തിലേക്ക് നോക്കി. അത് നീതിദേവതയുടെ ചിത്രമായിരുന്നു. അടുത്ത ഭാഗം നാളെ.